ഞങ്ങളെ വയനാട്ടിൽ നിന്ന് തിരിച്ചു വരാട്ടാ. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് പൂക്കോട് ലേക്കിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് താമരശ്ശേരി ചുരം ഇറങ്ങി കോഴിക്കോട് എത്തുമ്പോൾ നമ്മുടെ MIT മൂസാക്കാന്റെ ഒരു മീൻ കടയുണ്ട്, അവിടേക്കും ഒന്നുകൂടി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാട്ടാ. അപ്പോ പൂക്കോട് ലേക്കാണ് നമ്മളിപ്പോ കാണുന്നത്. പക്ഷെ അവിടെ അല്ല, കോവിഡ് കാരണം കൂട്ടിയിരിക്കുകയാണ്. അതേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാട്ടാ പൂക്കോട് ലേക്കിന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മള് സൈഡിൽ നിന്ന് കാണുന്നത്. നമ്മളിപ്പോ ഇവിടെ ഇറങ്ങാത്തത് എന്താണെന്ന് വെച്ചാല് ഒന്നാമത് ഇത് ഓപ്പൺ അല്ല, പിന്നെ നല്ല മഴയുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പൂക്കോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ നമുക്കിനി വയനാട്ടിൽ നിന്ന് തിരിക്കല്ലേ. പൂക്കോടാണുള്ളത്. പൂക്കോട് നമ്മൾ പോയിരുന്നു, പൂക്കോട് ലേക്കില്. അവിടെ നിന്ന് തിരിച്ചു വരണം. അപ്പൊ ആ വഴി മൊത്തം കോടയും ചെറിയ മഴയും. ഒരു പ്രത്യേക ഫീൽ തന്നെയാട്ടാ നമുക്ക് ഈ സമയങ്ങളിൽ വണ്ടി ഓടിക്കാൻ. ഡേഞ്ചറാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നല്ലോ, ശ്രദ്ധിച്ച് ഓടിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈഡില് നമുക്ക് ഓരോരോ വണ്ടികൾ ഇപ്പൊ സൈഡിൽ നിർത്തിയാണ്. അത് കാണാൻ പറ്റും. ഭയങ്കര മഴയാ, ഒടുക്കത്തെ മഴയും കോടയായോണ്ട് നമുക്ക് പകുതി കാണാൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ സൈഡാക്കി നിർത്തിയേക്കാ, വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇതേ നമ്മളത് വയനാടിന്റെ ബൗണ്ടറി കടക്കാം. താങ്ക് യു വിസിറ്റ് ചെയ്യാൻ. അതിന്റെ കവാടം കഴിഞ്ഞു. നമ്മളപ്പോ വയനാട് വിട്ടു. നമ്മള് ഈ ചുരവും അതിന്റെ കാഴ്ചകളാണ് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇതിനും റിസ്ക് ആയ ഭാഗത്തേക്ക് ഇതേ കടന്നു. ചുരമായത് വണ്ടികളൊക്കെ വരി മുട്ടി. എല്ലാരും ഒരു മിനിമം ഭയങ്കര സ്ലോയില് നമ്മൾ ഇനി ചുരം ഇറങ്ങുന്നതായിരിക്കും. മഴയും കോടയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ചുരം ഇങ്ങനെ ഇറങ്ങും. ചുരം ഇറങ്ങണ കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണണേട്ടാ. നമുക്ക് ഇപ്പൊ കാണാം, ലെഫ്റ്റ് സൈഡിലാണ് ഭയങ്കര വ്യൂ പോയിന്റ് വരുന്നത്. ആ വ്യൂ പോയിന്റ് ഒക്കെ കോടയിൽ മുങ്ങി നിക്കാണ്, ഒന്നും കാണാൻ പറ്റൂല. ബൈക്കാരൊക്കെ നിർത്തി, കാറുകാരെയൊക്കെ നിർത്താണ്. കാരണം നമുക്ക് എന്താ പറയാ, ഭയങ്കര വിസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഫ്രണ്ടിലോട്ട് നമുക്ക്. നല്ലൊരു ഫീലുള്ള കാഴ്ചയാണ് നമ്മള് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന. റിസ്കി കാഴ്ച എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മള് നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന പകുതി പേര് നിർത്തിപ്പോയി. കാരണം കുറെ പേര് പിന്മാറി. കാരണം ഒന്നും വേറെ ഒന്നല്ല, അവരൊക്കെ അവിടെ സൈഡുകളിൽ ഒതുക്കി. അപ്പൊ നമ്മളിപ്പോ വീണ്ടും നമ്മൾ വന്നിരുന്ന കുറെ പേരായിട്ട് നമ്മൾ വന്നിരുന്ന അവരൊക്കെ മാറിപ്പോ കുറച്ച് പേര്, നമ്മൾ 3-4 വണ്ടിയായി. ചോര ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തിയായ മഴ, അതുപോലെ തന്നെ നന്നായി കോടയും. അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ ലൈറ്റും ഹസാർഡും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ
പിന്നെ ക്യാമറയിൽ കുറച്ച് വിസിബിലിറ്റി കൂടുട്ടാ. അത് ചിലപ്പോ നമ്മൾ പറയണ ഫീലല്ല, ക്യാമറയിൽ കുറച്ച് തെളിച്ചുണ്ടാവും, പക്ഷെ ഒറിജിനലായിട്ട് നമുക്ക് വളരെ വിസിബിലിറ്റി കുറവാണ്. നമ്മൾ ഏറ്റവും അവസാനത്തെ ചുരം ഇറങ്ങണു. അല്ല, അവസാന ഹെയർപിൻ 9 ഹെയർപിൻ അല്ലേ നമുക്കുള്ള? 9 ഹെയർപിനാണ് നമ്മൾ വയനാട് കയറി വന്നത്. 9ാമത്തെ ഹെയർപിൻ ഇപ്പൊ ഇറങ്ങി. ഇനി ഒരു 8 കൂടി ഇറങ്ങാണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റോഡിന്റെ സൈഡില് വെള്ളം വരണ ആ ഫോഴ്സ് കണ്ട. വെള്ളം എന്തൊരു ശക്തിയായിട്ടാ വരണേന്നാ. യാത്ര, ഈ കോടയുടെ ഇതിന്റെ ചുരത്തിയോടുള്ള യാത്ര എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് പോലെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ നമുക്ക് വീണ് കിട്ടിയൊരു എന്താ പറയാ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ എന്തോ ഒരു ഇത് സ്പീഡ്, എന്താ പറയാ ഒരു ഫീലിംഗ് തന്നെയാണ്. കാരണം കുറച്ചൊക്കെ അഡ്വഞ്ചർ ആണ്, വേറെ ഒന്നല്ല ഞാൻ പറയാൻ കാരണം. ഭയങ്കര റിസ്ക്കിയാണ്, നമുക്കൊന്നും കാണില്ല. അങ്ങനെ കുറച്ച് പക്ഷെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിട്ട്. ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം കണ്ടത് നമ്മൾ ഇതിന്റെ ചുരം പകുതി വരെ ഇറങ്ങാൻ വിഷ്വൽസ് ആണ്. അപ്പൊ നമ്മൾ ഇനി ഇറങ്ങാണ്ട്, അപ്പൊ നമ്മൾ കുറച്ച് ക്യാമറ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ചെന്ന് മാത്രം. ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കോടയൊക്കെ, പക്ഷെ ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരുന്നു കേട്ടാ. നമ്മള് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ നല്ലൊരു കോട ഇപ്പൊ ഈ ചുരത്തിൽ കിട്ടുന്ന നമുക്ക്. അടിപൊളിയായിട്ടുണ്ട്. അതായത് നമ്മള് ഇപ്പൊ ഒരു മൂന്നാറിലേക്കൊക്കെ പോയ ഒരു പ്രതീതി വന്നുകൂടെ എത്തിയപ്പോ ഹെയർപിൻ ഇറങ്ങണു. നമ്മള് ഒരു അത് എത്രാമത്തെ? 4ാമത്തെ 6ാമത്തെ ഹെയർപിൻ ഇറങ്ങണു. അപ്പൊ നമ്മള് വിചാരിച്ചു ഇപ്പൊ 6ാമത്തെ ഹെയർപിൻ ഇറങ്ങിയപ്പോ കോട കഴിഞ്ഞു ക്ലിയർ ആണ്. പക്ഷെ ഇപ്പോഴും കോട കയറി വരുന്നുണ്ട് കേട്ടാ. വീണ്ടും കോടയും മഴ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇനി മഴ വീണ്ടും പെയ്യാനുള്ള മൂടിക്കെട്ടലും ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ചുരത്തിൽ ഇറങ്ങി വന്ന ഫ്ലോ പോയിട്ട് എന്തോ ചെറിയ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇതേപ്പോ വണ്ടികൾ മൊത്തം ലൈനായിട്ടുണ്ട്. ഒന്നല്ല, ഒരു വലിയ ലോറിയൊക്കെ കയറി വരണതിന്റെ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാ മതി. നമ്മുടെ റൈഡേഴ്സ് കുറെ പേരൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മളും പോയപ്പോ റിസോർട്ടിലൊക്കെ കുറച്ച് പേരൊക്കെ ടീംസിനൊക്കെ കണ്ടായിരുന്നു. ബൈക്ക് റൈഡേഴ്സ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കയറി അടിച്ചു പൊളിച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 5ാമത്തെ ഹെയർപിന്നെ വരണേ കേട്ടാ. ഇവിടെ ഇപ്പോ അത്യാവശ്യം വിസിബിലിറ്റി ആയിണ്ട്, കുഴപ്പമില്ല. അഞ്ചാമത്തെ ഹെയർപിന്നിൽ ഒന്ന് ജസ്റ്റ് നിർത്തിയത് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ ഒരു വിഷ്വലാണ് കാണിച്ചത്. അതിന്റെ താഴത്തെ വെള്ളം കുത്തിയൊലിച്ച് പോണതും പിന്നെ ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇവിടെ അധികം നേരം വണ്ടി നിർത്താൻ പാടില്ല, ജസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനിപ്പോ. ചെറിയ മഴ, നല്ല കോട വരുന്നുണ്ട്. കോട തന്നെ കണ്ട മോളിൽ ഇങ്ങനെ കേറി ഇങ്ങനെ വരിക. താഴത്തേക്ക് നോക്കിയാൽ പേടിയാവും. അതൊന്ന് കാണിച്ചു കൊടുത്തത്. താഴത്തേക്ക് നോക്കിയാൽ പേടിയാവും. കണ്ട വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് ഇങ്ങനെ പോകണം. അടിപൊളി
അടിപൊളി വിഷ്വൽസ് ആണ് നമ്മുടെ ചുരത്തിന്ന്, താമരശ്ശേരി ചുരത്തിന്നുള്ള വിഷ്വൽസ് ആണ് ഇപ്പൊ നമ്മള് കാണിച്ചു തരുന്നത്. പ്രത്യേക വ്യൂ തന്നെയായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ നിർത്തി വ്യൂ ഒക്കെ നോക്കുന്നുണ്ട്. കുറെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി വ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. നല്ലൊരു എയിം തന്നെയാണ്. അപ്പൊ ഞങ്ങളൊന്ന് നിർത്തി. അടിപൊളി. വീണ്ടും മഴ തുടങ്ങി, വീണ്ടും മഴ ചാടി തുടങ്ങി, മഴയും കാറ്റൊക്കെ തുടങ്ങിയിട്ടാ വീണ്ടും. അപ്പൊ നമുക്ക് പോവാ. ഇതിനൊക്കെ അങ്ങനെ വെള്ളം ശക്തിയായിട്ട് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ശക്തിയായി റോട്ടിലെത്തുക വെള്ളമൊക്കെ. റൈറ്റ് സൈഡ് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇപ്പൊ നമ്മള് എന്ത് ഇറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല, മൊത്തം കോടയാണ്. ലെഫ്റ്റ് സൈഡില് നോക്കി ഇനിയും കാണാം ശക്തിയായി കുത്തി ഒലിച്ചിങ്ങനെ വെള്ളം, മഴ പെയ്യണ വെള്ളം വരണ കണ്ട. അതൊക്കെ റോഡിലേക്കൊക്കെ വരുമ്പോ നമുക്ക് വാട്ടർ ക്രോസിംഗ് ആയി. ഫുള്ള് അങ്ങനെയാണ്. നമുക്ക് മലയമെന്ന് ശക്തിയായിട്ട് കുത്തി ഒലിച്ച് വരാ വെള്ളം എല്ലാ മലയുമെന്നും എല്ലാ ഭാഗത്തുനിന്നും. ഇതൊക്കെ നമുക്കൊരു പ്രത്യേക ഫീൽ തന്നെയാട്ടാ. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് നടന്നൊന്നും വരില്ല. ഞങ്ങൾക്കിപ്പോ യാദൃശ്യമായി കിട്ടിയതാണ് ഇങ്ങനെ ഒരു ഫീല്. അപകടം ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ നമുക്ക് എന്തായാലും പോരാനും പറ്റില്ല. അപ്പൊ നമ്മൾ വരുന്ന വഴിക്കായ കാരണം നമ്മളാ ഫീലുകൾ നിങ്ങളും കൂടി കാണിക്കണമെന്ന് മാത്രം. അപ്പോ നിങ്ങൾക്ക് കാണാം ബൈക്കുകാരൊക്കെ റിസ്ക് എടുത്ത് വരണതൊക്കെ. നമുക്ക് 2-3-4 ഫാക്ടേഴ്സ് പ്രശ്നങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, മഴ, കോട, അതും പോരാണ്ട് റോട്ടിലുള്ള കുഴികൾ, അതും കൂടി ആയി കഴിയുമ്പോൾ ബൈക്കുകാരെ സംബന്ധിച്ച് ഒരു ഭയങ്കരമായിട്ട് എന്താ പറയാ, നമുക്ക് മടുക്കും, മതി നിർത്തിപ്പോയാലെന്നുള്ളൊരു ആലോചനയ്ക്ക് എത്തും. വെള്ളം സൈഡിൽ നിന്ന് വരുന്നു അടുത്തത്. അപ്പോൾ നമ്മളത് ചുരം ഇറങ്ങി കഴിയാറായപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ്, അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാണാം. അപ്പോൾ ചായയൊക്കെ കുടിച്ചൊന്ന് ഉഷാറായി ആ വ്യൂ പോയിന്റൊക്കെ കണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ പഴംപൊരിയും ചായ അടിപൊളി കോമ്പിനേഷൻ. ഇവിടെ നിന്നുള്ള വ്യൂ അപാരം തന്നെയാട്ടാ.
നല്ല ഭംഗിയില്ലേ. നമുക്കിപ്പോൾ ഈ ഇവിടെ വന്നപ്പോഴേ വ്യൂ പോയിന്റിന് കണ്ട ഇവിടെ നന്നായി ഇങ്ങനെ പലകൊക്കെ അടിച്ച് നിന്ന് കാണാനുള്ള സൗകര്യങ്ങളും അതേമാതിരി കുറച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഉള്ളിൽ നിന്നിട്ട് വ്യൂ കാണാനും അതേമാതിരി ആ സൈഡിൽ ഇപ്പോൾ അതേ വേണ്ട കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നല്ലൊരു ഷെൽട്ടർമാരി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണിത്. ഇനി ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുരം കഴിഞ്ഞു. അപ്പോൾ ചുരത്തിൻ്റെ അവസാന ഭാഗം എത്തി. അപ്പോൾ മഴ ഒന്ന് നിന്നപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയതാണ്. വീണ്ടും മഴ ഇങ്ങനെ വരുന്നുണ്ട്. ശക്തിയായിട്ട് മഴ പെയ്യും, സ്വല്പം നേരം നിൽക്കും, പിന്നെ പെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. അപ്പോൾ അടിപൊളി വ്യൂ. നമ്മള് താമരശ്ശേരി ചുരത്തിന്റെ ലാസ്റ്റത്തെ ഹെയർ പിൻ ഇറങ്ങി. അതായത് കയറുമ്പോ ഒന്നാമത്തെ, ഇറങ്ങുമ്പോ അവസാനത്തെ കഴിഞ്ഞു. മഴയൊക്കെ മാറി, നമ്മുടെ റിസ്കി പ്രോബ്ലംസ് ഒക്കെ തീർന്നു. ഇനി കുഴപ്പമൊന്നുമില്ല. തെളിഞ്ഞ ആകാശം, നല്ല വെളിച്ചം. അപ്പോ നിങ്ങളിപ്പോ കണ്ടത് താമരശ്ശേരി ചുരത്തിലെ കാഴ്ചകള്. അതായത് ഞങ്ങൾ വയനാട് നിന്ന് തിരിച്ചു വരുമ്പോൾ താമരശ്ശേരി ചുരം എങ്ങനെയായിരുന്നു? മഴ, കോട, ഒരു സാഹസിക യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പാലാഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മുടെ MIT മൂസ, നമുക്കറിയാം, ഒരു കോമഡി പ്രോഗ്രാം വളരെ ഫേമസ് ആണ്. അതിലത്തെ ആക്ടറുടെ ഒരു ഫിഷ് കടയാണ് ഇപ്പോൾ നമ്മൾ, ഫിഷ് സ്റ്റാളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണെന്ന്. അതെ, നമ്മുടെ MIT മൂസയിലെ മൂസാക്കയുടെ MIT ആണ് കേട്ടോ ഈ ഇരിക്കണേ. മൂസ എന്ന് പറഞ്ഞ ആ പ്രോഗ്രാമില് മൂസാക്ക് ഉപയോഗിച്ചിരുന്ന ആ വണ്ടിയായിട്ടപ്പോൾ നമ്മൾ കണ്ടത്. ആ ഒറിജിനൽ വണ്ടി തന്നെയാണ് ഈ കടയുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ മൂസാക്കായിട്ട് അഭിനയിച്ചിരുന്ന മറ്റേ നമ്മുടെ നടൻ വിനോദ് കോവൂര് ഇപ്പോൾ മറിമായത്തിന്റെ ഷൂട്ടിങ്ങിൽ അഭിനയിക്കാൻ പോയിരിക്കുകയെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ മൂസാക്ക കൂടി ഇല്ല, ആള് കൊച്ചിയിലാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ അത് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോണ കാരണം ജസ്റ്റ് ഈ ഷോപ്പ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് എൻട്രൻസിൽ തന്നെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, വന്നോളി വാങ്ങിക്കോളി ആളുടെ ഒരു ഡയലോഗ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് സ്റ്റാളും അങ്ങനത്തെ ഫിഷും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ ഇപ്പോൾ നല്ല വലിയ വലിയ മീനുകളൊക്കെ കാണാം. അപ്പോൾ ഇതെന്ത് മീനാണ്? കോലി നിങ്ങളുടെ ഇതിൽ. അതേമാതിരി ഇതാ പപ്പൻ. ഈ മീൻ സൂത. ഈ മീൻ കേദർ. കേരാന്ന് പറഞ്ഞ കേര. നമ്മള് നെയ്മീൻ, അതായത് അറക്കാന്നൊക്കെ ഞങ്ങൾ പറയും. ആവോലി, ബ്ലാക്ക് ആവോലി, ഐക്കൂറ. ഇവിടുത്തെ മീനുകൾക്ക് നമ്മുടെ പേരല്ലാട്ട് ഇവർ പറയണത്. പേരുകളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ കണ്ടറിയാം എല്ലാവർക്കും മീൻ ഏതൊക്കെയാണ്. അപ്പോൾ ഇവിടെ വലിയ വലിയ മീനുകളാണ് അധികം ഇവിടെ വെച്ചിരിക്കുന്നത്. അതേമാതിരി ഇവിടെ തന്നെ മേടിച്ച് ഇവിടെ തന്നെ അത് കട്ട് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ഇതിന്റെ ഉള്ളിലെ ഒരു വഞ്ചിയും വലയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ ഒരു പങ്കായുണ്ട്.
നമ്മളിപ്പോ മേടിച്ചിന് പുറത്തേക്ക് പോകുമ്പോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പെരുത്ത് നന്ദിന്ന്. ആളുടെ ഡയലോഗുകളാണ് ഇതൊക്കെ. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേമാതിരി ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേമാതിരി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.